അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ ആദ്യത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് സൈസാണ് അല്ലയോ? ആദ്യത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് സൈസാണ്. അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ആറ്റത്തിൻ്റെ സെൻറ്ററും ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ദൂരത്തിനെയാണ് അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. ആണോ? അതായത് ഇപ്പോൾ നമ്മളൊരു ഷെല്ല്, ഇത് ന്യൂക്ലിയസ് ആണ്, ഈ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ ഇതാണ്, അതിൻ്റെ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, ഇപ്പോൾ തേർഡ് ഷെല്ല്, 3 ഷെല്ലുള്ളതാണെങ്കിൽ വേണ്ടി ഈ ഡിസ്റ്റൻസിനെയാണ് ആറ്റോമിക് റേഡിയസ് എന്ന് പറയുക ഇല്ലേ? ശരിക്കും ഇപ്പോൾ നമ്മുടെ നിങ്ങൾ +1 വരുമ്പോൾ പറയും ഈ ആറ്റത്തിൻ്റെ ബൗണ്ടറീസ് ഒന്നും എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മൾ ഒരു സോഡിയം മെറ്റൽ നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആറ്റംസ് തന്നെ ഇങ്ങനെ ഇത്രയും ക്ലോസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 2 എണ്ണം എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൻ്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഹാഫ് എടുക്കുകയാണെങ്കിലും എന്താണ് നമുക്ക് കിട്ടുന്നത്? എന്ത് തന്നെയാണ്? അറ്റോമിക് റേഡിയസ് തന്നെയാണ്. ഈ രീതിയിലാണ് സയൻറ്റിസ്റ്റ് റേഡിയസ് അളക്കുന്നത്. കാരണം ഇതിൻ്റെ ബൗണ്ടറീസ് വെൽ ഡിഫൈൻഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് സൈസിന് നമ്മുടെ അക്രോസ് എന്താണ് പീരീഡ് പോകുമ്പോഴും ഡൗൺ എ ഗ്രൂപ്പ് പോകുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ. എന്താണ് സംഭവിച്ചത്? അതായത് ആറ്റോമിക് സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ, ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നമ്പർ ഓഫ് ഷെല്ലും, നമ്പർ ഓഫ് ഷെല്ലും, 2 എന്താണ്? ന്യൂക്ലിയർ ചാർജുമാണ്. ന്യൂക്ലിയർ ചാർജുമാണ് അല്ലയോ? അപ്പം നമ്പർ ഓഫ് ഷെൽ എന്ന് പറയുമ്പം ഓരോ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് കൂടും, അറ്റോമിക് സൈസ് കൂടും. ഇനി ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ന്യൂക്ലിയസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അപ്പം സൈസ് കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിരിക്കും. സൈസ് കൂടിയ ആളിനാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് വളരെ കുറവായിരിക്കും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണ് ഇല്ലേ? പീരിയോഡിക് ടേബിൾ സൈസ് കൂടുതലാണ്, ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. കാരണം എന്താ? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസും തമ്മിൽ ദൂരം കൂടുതലായിരിക്കും. ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയേ, ഇപ്പം ലിഥിയത്തിനേക്കാളും ഒരു ഷെല്ല് കൂടുതലാണ് സോഡിയത്തിനേക്കാളും ഒരു ഷെല്ല് കൂടുതലാണ് പൊട്ടാസ്യത്തിനേക്കാളും ഒരു ഷെല്ല് കൂടുതലാണ് റുബീഡിയം, അതിനേക്കാളും ഒരെണ്ണം കൂടുതലാണിത്, അതിനേക്കാളും ഒരെണ്ണം കൂടുതലാണിത്. അപ്പോൾ ഓരോ ഷെല്ല് കൂടുന്തോറും സൈസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്നു? ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഷെൽ നമ്പർ. ഇനി അക്രോസ് എ പീരീഡിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ സോഡിയം എടുത്താലും, എണ്ണ എടുത്താലും, മഗ്നീഷ്യം എടുത്താലും, അലൂമിനിയം എടുത്താലും, അതേപോലെ തന്നെ സിലിക്കൺ എടുത്താലും, ഫോസ്ഫറസ് എടുത്താലും, സൾഫർ എടുത്താലും, ക്ലോറിൻ എടുത്താലും എല്ലാം 3 ഷെല്ല. ഇതിനും 3 ഷെല്ല്. ഇത് 281, ഇത് 282, ഇത് 283, ഇത് 284, ഇത് 285, ഇത് 286, ഇത് 287 തന്നെ. അപ്പോൾ ശരിക്കും അക്രോസ് എ പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പം ആറ്റോമിക് സൈസ് സെയിം ആയിട്ട് തന്നെ നിൽക്കുമെന്നാണല്ലോ ശരിക്കും അങ്ങനെയാണെങ്കിൽ വരേണ്ടത്. 3 ഷെല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന തോറും ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നല്ലതായിട്ട് അട്രാക്ട് ചെയ്ത് പിടിക്കുകയും സൈസ് കുറയുകയും ചെയ്യും. അപ്പോൾ സോഡിയത്തിന് ഇത്രയായിരിക്കും സൈസ്, മഗ്നീഷ്യത്തിന് ഇത്രയും വരും, അലൂമിനിയം വരുമ്പോൾ അതിലും കുറച്ചുകൂടെ കുറയും, സിലിക്കൺ വരുമ്പോൾ അതിലും കുറച്ചുകൂടെ കുറയും, ഫോസ്ഫറസ് വരുമ്പോൾ അതിലും കുറച്ചുകൂടെ കുറയും, സൾഫർ വരുമ്പോൾ അതിലും കുറച്ചുകൂടെ കുറയും, ക്ലോറിൻ വരുമ്പോൾ അതിലും കുറച്ചുകൂടെ. സന ഓക്കെ ആണോ? സന കേൾക്കാമോ? ഓക്കെ. സന കേൾക്കാമോ? സന ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? ഇതായിരുന്നു ഇന്നലെ പറഞ്ഞ കാര്യം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇനിയും നമുക്ക് ഇവിടെ ഇനിയും ഇതിനകത്തൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. അക്രോസ് എ പീരീഡ് നോക്കിയേ. അപ്പോൾ നമ്മൾ ഇത് ഗ്രൂപ്പ് 1 ആണ് അല്ലേ? ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 13, ഇത് ഗ്രൂപ്പ് 14, ഇത് 15, ഇത് 16, ഇത് 17. ഒരു ഗ്രൂപ്പ് കൂടി ഇല്ലേ? 18. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ കഴിഞ്ഞ് തൊട്ടടുത്ത് ആരാ? 18. ആർഗൺ അല്ലേ? അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറയുവാണെങ്കിൽ ആർഗണിൻ്റെ സൈസ് ക്ലോറിനെക്കാട്ടിലും കുറയുമല്ലേ ചെയ്യേണ്ടത്? ആണോ മിഷലെ?
ആണോ ദിവ്യ? ആണ്. പക്ഷേ ക്ലോറിനെക്കാട്ടിലും സൈസ് കൂടുതലായിരിക്കും ആർഗണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനേർട്ട് ഗ്യാസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ ഒരു എക്സെപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി, അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടോണം. ആസ് ആൻ എക്സെപ്ഷൻ the size of atom of inert gases are bigger than that of halogen of same period. And the reason, this is because the outermost shell of inert gas is complete. The outermost shell of inert gas is complete. They have maximum number of electron in their outermost shell. Thus they experience inter-electronic repulsion എന്ന് പറയും. Inter-electronic repulsion. അതെന്താണെന്ന് പറഞ്ഞുതരാം. തൽക്കാലം ഒന്ന് എഴുതിയെടുക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സോഡിയത്തിൻ്റെ സൈസ് ഇത്രയുണ്ട്, മഗ്നീഷ്യത്തിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയും. അത് കഴിഞ്ഞിട്ട് അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയും. സിലിക്കണിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയും. പിന്നെ ഫോസ്ഫറസിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോസ്ഫറസ് കഴിഞ്ഞ് സൾഫറിൻ്റെ സൈസ് കുറച്ചുകൂടെ കുറയും. സൾഫറിൻ്റെ സൈസ് ഇതെന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. ഈ മുകളിലത്തെ റീസൺ എന്താണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പം സോഡിയം ഇത്രയുണ്ട്, മഗ്നീഷ്യം അതിലും കുറച്ചുകൂടെ കുറവ്, അത് കഴിഞ്ഞിട്ട് അലൂമിനിയം കുറച്ചുകൂടെ കുറവ്, അത് കഴിഞ്ഞിട്ട് സിലിക്കൺ കുറച്ചുകൂടെ കുറവ്, അത് കഴിഞ്ഞിട്ട് ഫോസ്ഫറസ് കുറച്ചുകൂടെ കുറവ്, അത് കഴിഞ്ഞിട്ട് സൾഫർ കുറച്ചുകൂടെ കുറവ്, അത് കഴിഞ്ഞ് ക്ലോറിൻ കുറച്ചുകൂടെ കുറവ്. എന്നാൽ ക്ലോറിനേക്കാളും സൈസ് കൂടുതലായിരിക്കും അടുത്ത ആർഗൺ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതായത് ഞാൻ ആർഗൺ എടുക്കുകയാണ്. ആർഗൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? ആർഗൺ 18 ആണ്. 18 എന്ന് പറയുമ്പോൾ 2, 8, 8 ആണ്. അപ്പം ഞാൻ ആർഗണിൻ്റെ ഇത് ന്യൂക്ലിയസ് ആണ്. ആർഗൺ ഒന്നാമത്തെ ഷെല്ല് വരയ്ക്കുന്നു, രണ്ടാമത്തെ ഷെല്ല് വരയ്ക്കുന്നു, മൂന്നാമത്തെ ഷെല്ല് വരയ്ക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, മൂന്നാമത്തെ ഷെല്ലിലും എന്ത് തന്നെയാണ്? 8 ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് തൊട്ടകത്തുള്ള ഷെല്ലുണ്ടല്ലോ, തൊട്ടകത്തുള്ള ഷെല്ലിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് ഇവിടെ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഷെല്ലിനെ കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലിനെ എം ഷെല്ല്. ഇവിടെ എം ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, എൽ ഷെല്ല് 8 എണ്ണമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? രണ്ടും കംപ്ലീറ്റ്ലി, അതായത് 8 എണ്ണം ഉള്ളതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നടക്കും. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എം ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ വെളിയിലോട്ട് തള്ളുകയും എം ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് തള്ളുകയും ചെയ്യും. അതായത് റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അകന്നു പോവുക. അപ്പം ഇവിടെയുള്ള ഇതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 8ആണ്, ഇതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 8 ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് പരസ്പരം അങ്ങോട്ടേക്ക് തള്ളും. അങ്ങോട്ടേക്ക് തള്ളുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തള്ളുവാണെങ്കിൽ ഞാനും നീ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. അപ്പം ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സൈസ് കൂടും. മനസ്സിലായോ? അപ്പം ഇതാണ്, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതും അതിൻ്റെ തൊട്ടകത്തുള്ള ഷെല്ലും തമ്മിൽ, അതിനകത്തുള്ള ഇലക്ട്രോൺസും തമ്മിൽ ഒരു ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. ഇൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത്, തമ്മിൽ. ആരൊക്കെ തമ്മിൽ? അകത്തുള്ള ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവുകയും അത് അകലുകയും ചെയ്യും. അപ്പം ഇവിടെ എല്ലാം അകൽച്ച സംഭവിക്കും. നോക്കിയോ, ഇവിടെ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അകൽച്ച, വെളിയിലോട്ട്, ഇവിടെ എല്ലാം വെളിയിലോട്ട്. ഈ ഷെല്ലെല്ലാം എന്ത് ചെയ്യും? വെളിയിലോട്ട് അകലും. ലാസ്റ്റ് ഷെല്ല് വെളിയിലോട്ട് അകലും. അപ്പം ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൃത്യമായിട്ട് ആ ഷെല്ലിനെ പിടിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അകൽച്ച കൂടുമായതുകൊണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മറ്റേ ഹാലജനെക്കാട്ടിലും സൈസ് കൂടുതലായിരിക്കും ഇനേർട്ട് ഗ്യാസിന്. പക്ഷെ അതൊരിക്കലും ആൽക്കലി മെറ്റലിൻ്റെ അത്രയും സൈസ് വരത്തുമില്ല. ഏതാ? ഫസ്റ്റ് ആൽക്കലി മെറ്റലിൻ്റെ അത്രയും സൈസ്, സോഡിയത്തിൻ്റെ ഒന്നും അത്രയും സൈസ്, അല്ലെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അത്രയും സൈസ് എന്ത് ചെയ്യത്തില്ല, അതിന് വരത്തില്ല. പക്ഷേ ഹാലജൻസിനേക്കാളിലും സൈസ് കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? റീസൺ മനസ്സിലായോ? സാർ മനസ്സിലായി. സാർ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അയ്യോ, പ്രസന്റ് ചെയ്യുന്നില്ല, ഒന്ന് നോക്കട്ടെ. അയ്യോ സോറി, അത് നേരത്തെ ഒന്ന് പറയണേ. ഞാനിങ്ങനെ എഴുതുമ്പോൾ പ്രസന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. നോക്കിയോ, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് ഇതിപ്പം സോഡിയമാണ് അല്ലേ, ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മാർക്ക് ചെയ്ത സാധനം സോഡിയം, ഈ കർസർ ഓടുന്ന സാധനം സോഡിയം, ഇപ്പുറത്ത് മഗ്നീഷ്യം, അലൂമിനിയം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഇനോർത്ത്. അപ്പം നമ്മൾ പറഞ്ഞത് എക്രോസ് എ പീരീഡ് വരുന്ന സമയത്ത് അറ്റോമിക് സൈസ് കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു എക്സെപ്ഷൻ വന്നു. ഹാലജനേക്കാളും കുറയേണ്ടതായിരുന്നു ഇനേർട്ട് ഗ്യാസിൻ്റെത്, പക്ഷേ ഹാലജനേക്കാളും കൂടി. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം KL ഷെല്ലിൽ നമുക്കറിയാം ആർഗൺ എന്ന് പറയുമ്പോൾ 288 ആണ്. അപ്പം ആർഗണിൻ്റെ L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, M ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. L ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് M ഷെല്ലിലെ ഇലക്ട്രോൺസിനെ തെള്ളും, അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയും, സൈസ്, അതായത് അങ്ങോട്ട് തെള്ളുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് കൂടുന്നത്. മിഷേലിന് ഓക്കെ ആണോ? ദിവ്യയ്ക്ക് ഓക്കെ ആണോ? സനയ്ക്ക് ഓക്കെ ആണോ? സന ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 7ാമത്തെ പേജിൽ നിങ്ങൾ ആ പടം ഒന്ന് നോക്കി. 7ാമത്തെ പേജിൽ ട്രെൻഡ്സ് ഇൻ ആറ്റോമിക് സൈസ് അക്രോസ് എ പീരീഡ് എന്ന് പറഞ്ഞൊരു പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഷെല്ലിൻ്റെ സൈസ് വെച്ചിട്ട് ഒരു സാധനം വരച്ചിട്ടുണ്ട്. അതായത് 2ാമത്തെ പീരീഡിലാണ് വെച്ചിരിക്കുന്നത്. ലിഥിയത്തിന് 2 ഷെല്ല്, ബെർലിയത്തിനും 2 ഷെല്ല്, പക്ഷേ ലിഥിയത്തിനേക്കാളും സൈസ് കുറവാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കണ്ടോ ഷെല്ലിൻ്റെ എണ്ണം സെയിം തന്നെയാണ്, പക്ഷേ എന്ത് സംഭവിക്കുന്നു? സൈസ് കുറയുന്നു. പക്ഷേ നിയോൺ വന്നപ്പോൾ കണ്ടോ സൈസ് കൂടി. പക്ഷേ അത് ഒരിക്കലും ലിഥിയത്തിൻ്റെ അത്രയും സൈസ് ഇല്ല നിയോൺ. ആൽക്കലി മെറ്റലിൻ്റെ അത്രയും സൈസ് ഉണ്ടാവത്തില്ല, എന്നാൽ ബാക്കിയുള്ളവർ എല്ലാവരെക്കാളും സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് എക്സെപ്ഷനാണ്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് തറോലി. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കൂ. അതിൻ്റെ താഴെ കാറ്റയോൺ ആനിയോൺ എന്ന് പറയുന്ന 2, നമ്മൾ ഇന്നലെ അതിനെപ്പറ്റി പഠിച്ചാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. നോക്കിക്കോളൂ, കാറ്റയോൺ ആനിയോൺ നോക്കിക്കോളൂ. ഏതാ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഇനേർട്ട് എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞതാണ്. ഇനേർട്ട് എന്ന് പറയാൻ കാരണം എന്താ? ദേ വിൽ നോട്ട് റിയാക്ട് വിത്ത് എനിബഡി. ഇഫ് ദേ ഹാവ് ടു റിയാക്ട് വിത്ത് എനിബഡി, ദേ ഹാവ് ടു ഷെയർ ഇലക്ട്രോൺസ് ഓർ ഗിവ് ഓർ ടേക്ക് ഇലക്ട്രോൺസ്. ഇല്ലേ? ഇത് അവിടെ നടക്കത്തില്ല, കാരണം ഓൾറെഡി അവൻ സ്റ്റേബിൾ ആയിട്ടായിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു കട്ടിലും ഒരു കസേരയും ഇരിക്കുക. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് സ്റ്റേബിൾ ആകാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായിരിക്കും? കട്ടിലാണോ കസേരയാണോ? കട്ടിലായിരിക്കും. അപ്പോൾ കട്ടിലുള്ളപ്പോൾ കസേരയിൽ പോയിരിക്കുമോ? കട്ടിലുണ്ട്, നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, കട്ടിലുണ്ട്, കസേരയിൽ പോയിരുന്ന് ഉറങ്ങുമോ? ഇല്ല. കട്ടിലേ കിടന്നു കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായിട്ട് കിടന്നുറങ്ങാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അവൻ സ്റ്റേബിളാണ്. അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇലക്ട്രോണിനെ മേടിക്കേണ്ടതോ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ടതോ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി നോക്കിക്കോളൂ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇപ്പം സോഡിയം എണ്ണയുടെ ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കണമെങ്കിൽ റഫായിട്ട് എഴുതിയെടുത്തോണം കേട്ടോ. സോഡിയം എണ്ണയുടെ അറ്റോമിക് നമ്പർ 11, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഓക്കെ ആണല്ലോ. ഇത് സോഡിയം ആറ്റമാണ്. സോഡിയം ആറ്റത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്, സോഡിയം ആറ്റം. അപ്പം ഇവിടെ ഇവർക്ക് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര? പ്രോട്ടോണിൻ്റെ എണ്ണവും 11, ഇലക്ട്രോണിൻ്റെ എണ്ണവും 11 ആണ് ഇന്നലെ പറഞ്ഞായിരുന്നു ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, അങ്ങനെയാണെങ്കിൽ സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ അത് സോഡിയം അയോണായിട്ട് മാറും. ഓക്കെ, സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ സോഡിയം ആറ്റം എന്ന് അതിനെ പറയത്തില്ല, സോഡിയം അയോണിനെ പറയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം അതിനകത്ത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 2,8 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചോണം, 2,8 ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര ഉണ്ടാവും? പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര? 11 എണ്ണം തന്നെ. കാരണം എന്താ? എപ്പോഴും ആലോചിച്ചോണം, ഇപ്പോൾ ഇതൊരു സോഡിയം ആറ്റമാണ്. സോഡിയം ആറ്റത്തിൻ്റെ അകത്താണ് പ്രോട്ടോൺ ഇരിക്കുന്നത്, അത് 11 എണ്ണം. സോഡിയം ആറ്റത്തിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 എണ്ണം. വെളിയിൽ 1, 2, 3 ഷെല്ല്. ഈ 3 ഷെല്ലിൽ ഇലക്ട്രോൺസ് ഈ 2 എണ്ണം, അതായത് ഇവിടെ 2, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. വെളിയിൽ വരുന്ന സമയത്ത് എന്താ, സോറി, ഒരു എക്സ്ട്രാ ന്യൂക്ലിയസ് അല്ല വരച്ചത്. നോക്കിയോ, ഇവിടെ 2, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ 1, വെളിയിൽ 1 അല്ലേ? ഒരെണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല. പ്രോട്ടോൺ 1 തന്നെ. ഇലക്ട്രോൺ എത്ര ആയിട്ട് മാറും? ഇലക്ട്രോൺ 10 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് ചാർജാണ് കൂടി നിൽക്കുന്നത്? പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ സോഡിയം ആറ്റത്തിനെ നിങ്ങൾ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സോഡിയം അയോണിനെ ഒരിക്കലും എന്ന് റെപ്രസെൻറ്റ് ചെയ്യത്തില്ല, Na1+ എന്ന് റെപ്രസെൻറ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് ചാർജാണ് കൂടുതൽ? പോസിറ്റീവ് ചാർജ്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ ആ ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ മണ്ടയ്ക്ക് ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഒരു ഇലക്ട്രോണിനെ മേടിച്ചപ്പോൾ ആ ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ മണ്ടയ്ക്ക് നെഗറ്റീവ് ചാർജ് വന്നു. അങ്ങനെ വേണമെങ്കിലും കാണാൻ പഠിക്കാം. ലോജിക്ക് ഇതാണ്. അപ്പം ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? കാറ്റയോൺ എന്ന് വിളിക്കും. എന്താണ്? കാറ്റയോൺ എന്ന് വിളിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ദിവ്യയ്ക്ക് മനസ്സിലായോ? ദിവ്യ, സന മനസ്സിലായോ? മിഷേൽ മനസ്സിലായോ? മനസ്സിലായി. ഇത് എഴുതിയെടുത്തോണേ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതിയെടുത്തോണം. ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും നമ്മുടെ ഒരു ചോദ്യം, ഇപ്പം ഇതിനും ഒരു ഇത് കാണുമല്ലോ. അതായത് ഇപ്പം ഇപ്പം ഇതിനകത്ത് ഇത്രയും സൈസ് ഉണ്ട്. അടുത്തത് ഇതിൻ്റെ ഷെല്ലിൻ്റെ എണ്ണം വെച്ചിട്ട് ഇത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് നോക്കി, ഇത് ഇങ്ങനെ വരയ്ക്കാം. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണം ഇവിടെ 11, ന്യൂട്രോണിൻ്റെ എണ്ണം 12 എണ്ണം തന്നെ. ഇവിടെ ഇനിയിപ്പം ഒരു ഷെല്ല്, അടുത്ത ഷെല്ല് വേണ്ടത് ഇല്ലേ? ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയോ, ഈ ഷെല്ലിൽ 2 എണ്ണം, ഈ ഷെല്ലിൽ 8 എണ്ണം അല്ലേ ഉള്ളൂ? ആണോ? ഈ ഷെല്ലിൽ 8 എണ്ണേ ഉള്ളൂ. അപ്പം ഇതിനാണോ സൈസ് കൂടുതൽ? ഇതിനാണോ സൈസ് കൂടുതൽ? എപ്പോഴും ആലോചിച്ചോണം, കാറ്റയോണിന് അതിൻ്റെ പേരൻ്റ് ആറ്റത്തിനെക്കാട്ടിലും സൈസ് കുറവായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുമെന്നറിയോ? അപ്പോൾ ഒരു ഷെല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 2 ഷെല്ലേ ഉള്ളൂ. ആ 2 ഷെല്ലിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുമെന്നറിയോ? നല്ലതായിട്ട് പിടിച്ചങ്ങോട്ട് ഞെക്കി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് സോഡിയം അയോൺ, ഇത്ര എഴുതിയല്ലോ, ഇത്രയും എഴുതിയതിനകത്ത് നിന്ന് നമുക്ക് സോഡിയം അയോൺ ion is smaller than that of smaller than its parent atom, than its parent അല്ലെങ്കിൽ parent ഒന്നും വേണ്ട. സോഡിയം അയോൺ is smaller than സോഡിയം ആറ്റം. ഇനി ജനറൽ ആയിട്ട് എഴുതാം. that is cations are always smaller than their
പേരൻ്റ് ആറ്റം ദാൻ ദെയർ പേരൻ്റ് ആറ്റം ദാൻ ദെയർ പേരൻ്റ് ആറ്റം. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ആനിയോൺസിൻ്റെ കാര്യം എടുക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു ഇത് ക്ലോറിൻ എടുക്കുകയാണ്. CL എന്ന് പറയുമ്പോൾ 17. ഓക്കെ ആണല്ലോ. അപ്പം അതിനകത്ത് 2, 8, 7 അതിൻ്റെ അറ്റോമിക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പ്രോട്ടോണിൻ്റെ എണ്ണം 17, ഇലക്ട്രോണിൻ്റെ എണ്ണവും 17 ആണല്ലോ. ആണ്. എന്നാൽ ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറി? ഇത് ക്ലോറിൻ ആറ്റമാണ്. ക്ലോറിൻ ആറ്റമാണ്. ഇത് ക്ലോറൈഡ് അയോണാണ്. ക്ലോറിൻ ആറ്റം, ഇത് ക്ലോറൈഡ് അയോൺ. ഓക്കെ. ക്ലോറൈഡ് അയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി അതെങ്ങനെയാണ് വരുന്നത് നോക്കി, ഒരെണ്ണം കൂടും. അപ്പം ഇത് ക്ലോറൈഡ് അയോൺ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നോക്കിയോ CL സിമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പം 2, 8, 8 വരും. അതിനപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം 17 തന്നെ, ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായി? 18ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചാർജ് അവിടെ കൂടുതൽ? ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലല്ല, അത് അതിൻ്റെ മണ്ടയ്ക്ക് വരും, Cl1-. അപ്പോൾ ക്ലോറൈഡ് അയോണിൻ്റെ സിമ്പിൾ Cl1- എന്നായിരിക്കും. ഇനിയും എന്താ സംഭവിക്കുന്നത്? ഇനിയും ഇതിൻ്റെ റീസൺ നമ്മൾ എഴുതിയായിരുന്നു. കാറ്റയോൺ അത് അതിൻ്റെ റീസൺ എഴുതിയില്ല. ആ റീസണും കൂടെ നമുക്ക് എഴുതണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ റീസൺ എഴുതിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണും കൂടെ വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യും തോറും അതിൻ്റെ തൊട്ടടുത്ത് അകത്തുള്ള ഷെല്ലുകൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്തപ്പോൾ അകത്തുള്ള 8 ഇലക്ട്രോൺ, പുറത്തുള്ള 8 ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൊണ്ട് ആ സൈസ് എന്ത് ചെയ്യും? കൂടും. അപ്പം പേരൻ്റ് ആറ്റത്തിനെക്കാട്ടിലും സൈസ് കൂടുതലായിരിക്കും അതിൽ നിന്ന് ഫോം ചെയ്ത ആനയോൺ. അതും എഴുതുക. അപ്പം ഇങ്ങനെ എഴുതുക. അതായത് ഏതാ സ്റ്റേബിൾ ആവുന്ന എല്ലാം റിപ്പൾഷൻ വരുമെന്നല്ല. ഇലക്ട്രോൺസിനെ മേടിച്ച് സ്റ്റേബിൾ ആവുന്നതിന് റിപ്പൾഷൻ വരും. ഇലക്ട്രോൺസിനെ കൊടുത്ത് സ്റ്റേബിൾ ആവുന്നതിന് റിപ്പൾഷൻ വരുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതേണ്ടത് anions are formed by gain of electron. Thus the number of electron are more than proton. The effective positive charge in the nucleus is less. So less inward pull is experienced. Hence size expand. മറ്റേതിൻ്റെ റീസണും കൂടെ കാറ്റിയോൻ്റെ റീസണും കൂടെ എഴുതിയേര്. കാറ്റിയോൻ്റെ റീസണും കൂടെ ഞാനിവിടെ താഴോട്ട് എഴുതുകയാണ്.
കാറ്റയോൺ റീസൺ കാറ്റയോൺ ഈസ് ഫോംഡ് ബൈ, ആ കാറ്റയോൺ എവിടെയാണ് എഴുതേണ്ടത്? കാറ്റയോൺ ഈസ് ഫോംഡ് ബൈ, കാറ്റയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോൺസ്, hence protons are more than that of electrons. So electrons are strongly attracted by the nucleus and are pulled inwards, hence size decreases. ഇതാണ് അതിൻ്റെ റീസൺ. അത് എപ്പോഴും ആലോചിച്ചോളൂ. സർ ദാറ്റ് ഓഫ് കഴിഞ്ഞു എഴുതിക്കുന്നു. ഏതായിരുന്നു? ദാറ്റ് ഓഫ് എവിടെ? കാറ്റയോൺ ഈസ് ഫോംഡ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഹെൻസ് പ്രോട്ടോൺ ആർ മോർ ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ എഴുതിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്, ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്നിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. അയോൺസ് എന്ന ഐസോ ഇലക്ട്രോണിക് അയോൺസ്, അതിനെപ്പറ്റിയാണ്. ഈ ഐസോ ഇലക്ട്രോണിക് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷ്യസിനെയാണ് ശരിക്കും അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് തന്നെ വേണം പറയാൻ. അയോൺസ് മാത്രമല്ല ഐസോ ഇലക്ട്രോണിക് ആവുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം Mg2+, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയാമോ മിഷേലെ? Mg2+നകത്ത് മിഷേൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയാം Mg2+നകത്ത്? 12. ഇടിക്കും ഞാൻ. 14. 10. മിഷേൽ പറഞ്ഞോ. മിഷേലെ Mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അല്ലേ? അപ്പം Mg2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം? അപ്പം Mgക്കകത്ത് 12 ഇലക്ട്രോൺസ് ആണ്. ഞാൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പം Mgക്കകത്ത് 12 ഇലക്ട്രോൺസ്, Mg2+നകത്ത് 10 ഇലക്ട്രോൺസ് ആണോ? അതേപോലെ തന്നെ സോഡിയത്തിനകത്ത് 11 ഇലക്ട്രോൺസ്, പക്ഷേ Na+നകത്ത് 10 ഇലക്ട്രോൺസ്. ഓക്കെ, ഫ്ലൂറിനകത്ത് 9 ഇലക്ട്രോൺസ്, പക്ഷേ F1- കണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ്? കണ്ടോ, F1- ഒരു ഇലക്ട്രോൺ കൂടി 10 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനിയും ഓക്സിജനകത്ത് 8 ഇലക്ട്രോൺസ് ഇല്ലേ? ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും 8 ഇലക്ട്രോൺസ് ആണ്. പക്ഷേ O2- 10 ഇലക്ട്രോൺസ്. കണ്ടോ, ഈ അയോണുകളെയെല്ലാം ഐസോ ഇലക്ട്രോണിക് അയോൺ എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള അയോണുകളെല്ലാം നമ്മൾ ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എല്ലാം ഈക്വൽ ആയിരിക്കും. ശരിക്കും അയോൺസ് മാത്രമല്ല ഐസോ ഇലക്ട്രോണിക്. ഇപ്പം 10 നിയോൺ, ഇതിൻ്റെ കൂടെ വേണം നമുക്ക് നിയോണും എഴുതാം. നിയോണിനകത്ത് എത്ര ഇലക്ട്രോണാണ്? 10 ഇലക്ട്രോണാണ്. പക്ഷേ അങ്ങനെ പറയുമ്പം ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയേണ്ടി വരും. ഐസോ ഇലക്ട്രോണിക് അയോൺ എന്ന് പറയുമ്പം നമുക്ക് അയോൺ, ഇത് പ്യുവർ ആറ്റമാണ്. മനസ്സിലായോ? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോൺ അല്ല. അപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്നല്ല, അയോൺസ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് അയോൺ മാത്രം പഠിച്ചാൽ മതി. പിന്നെ എഴുതണ്ടേ? ഇത് എഴുതിയെടുക്കണം. അപ്പോൾ ഇവരെ എല്ലാമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവരെ എല്ലാമാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. രണ്ട് ഇത്ര ആൾക്കാർ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് ആണ്. ഐസോ ഇലക്ട്രോണിക് അയോൺസ് ആണ്. ഐസോ ഇലക്ട്രോണിക് അയോൺസ്. ഇനി അതെന്താണെന്ന് ഉള്ള എഴുതേണ്ടത് ഇതിനിങ്ങനെയാണ്. അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്,
സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അയോൺസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് മാത്രം കൊടുത്താലും മതി. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വേറൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്, ഡിപ്പെൻസ് അപ്പോൺ ദ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട്. വേണ്ട, കുഴപ്പമില്ല. ഇനി ഇവരുടെ സൈസിനെ പറ്റിയും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവരുടെ സൈസ് എങ്ങനെ തീരുമാനിക്കുന്നതെന്നറിയോ? ഇവർക്ക് ആർക്കാണോ ഇപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്, എല്ലാവരോട് ശ്രദ്ധിച്ച്, ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് തന്നിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സൈസ് ആർക്കാന്ന് ചോദിച്ചിരിക്കുക. ഇപ്പോൾ ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസാണ്, ഇതിനകത്ത് സൈസ് കൂടുതൽ ആർക്കായിരിക്കും? അല്ല, അത് തീരുമാനിക്കുന്നത് അവൻ്റെ ചാർജാണ്. ചാർജ് ആർക്കാണോ കൂടുതൽ അവന് സൈസ് കുറവായിരിക്കും. ഗ്രേറ്റർ ദ ന്യൂക്ലിയർ ചാർജ്, സ്മോളർ ദ ആറ്റോമിക് സൈസ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഇൻ കേസ് ഓഫ് ഐസോ ഇലക്ട്രോണിക് അയോൺ ഗ്രേറ്റർ ദ ന്യൂക്ലിയർ ചാർജ്, അതായത് അതിൻ്റെ ചാർജ് മണ്ടക്കിട്ടിരിക്കുന്ന ചാർജ് ഗ്രേറ്റർ ദ ന്യൂക്ലിയർ ചാർജ് സ്മോളർ ഈസ് ദ സൈസ്. അപ്പം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തന്നെ സൈസ് നോക്കി, ഇവിടെ നോക്കി. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ചാർജ് കൂടുതൽ ആർക്കാ? ഏറ്റവും ചാർജ് കൂടുതൽ Mg2+-നാണോ Na+-നാണോ F1- ആണോ O2- ആണോ? ചാർജ് കൂടുതൽ ആർക്കാ? എടാ 2+ ആണോ 2- ആണോ വലുത്? 2+. പ്ലസ്, അതായത് 2+ ആണോ 1+ ആണോ വലുത്? 2+. അപ്പം ഇവിടെ 2+ ആണോ 1- ആണോ വലുത്? 2+. അപ്പോൾ ഇവിടെ ഏറ്റവും ചാർജ് കൂടുതൽ ആർക്കാ? Mgക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കുറവ് സൈസും അതിനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് പറയുന്നത് 0.65 ആംസ്ട്രോങ് ആണ്. അതായത് 0.65 ആംസ്ട്രോങ് ആണ്. ഇതൊന്നും ഓർത്തിരിക്കേണ്ട കേട്ടോ, അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ തൊട്ടടുത്തത് പിന്നീട് ഇവന് ചാർജ് കൂടുതലും 1+ ആണ്. അവൻ്റെ സൈസ് വന്നിരിക്കുന്നത് 0.95 ആണ്. പിന്നീട് ചാർജ് കൂടുതൽ -1 ആണ്. അവന് 1.26 ആംസ്ട്രോങ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് സൈസ് കൂടുതൽ ഇവനാണ്, അത് 1.42 ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിൻ്റെ സൈസ് നോക്കുന്നത് ന്യൂക്ലിയർ ചാർജ് ആർക്കാണോ കൂടുതൽ അവന് സൈസ് കുറവായിരിക്കും. അങ്ങനെ വേണം മനസ്സിലാക്കാൻ കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? സന ഓക്കെ ആണോ? സന ഓക്കെ. മിഷേലും ദിവ്യയും പറഞ്ഞേ ക്ലിയർ. ഓക്കെ. ഇനി രണ്ടാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടി മെറ്റാലിക് ക്യാരക്ടറാണ്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടുതൽ ആർക്കാണോ അവന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആവാൻ കഴിവുള്ളവനാരോ അവൻ നല്ല മെറ്റലായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആവണമെങ്കിൽ അവൻ്റെ കഴിവ് എന്തായിരിക്കണം? എത്രയും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണോ വാങ്ങണോ? കൊടുക്കാം. അപ്പം എത്രയും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവനാരോ അവൻ എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ആവാൻ കഴിവുള്ളവനർത്ഥം. അവനപ്പോൾ എത്രയും നല്ല മെറ്റലായിരിക്കും എന്നർത്ഥം. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ സൈഡിലെ ആൾക്കാരുടെ ഇതൊന്ന് എഴുതിയേക്കാം. അതായത് ഇപ്പം സോഡിയം Naക്ക് 281 ആണല്ലോ. അടുത്തത് മഗ്നീഷ്യം ഇല്ലേ, 282. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അലൂമിനിയം 283 ഇല്ലേ. ഇനി അടുത്തത് അലൂമിനിയം കഴിഞ്ഞിട്ട് സിലിക്കൺ 284 ഇല്ലേ. അടുത്തത് സിലിക്കൺ കഴിഞ്ഞ് ഫോസ്ഫറസ് 285, സൾഫർ 286, അടുത്തത് ക്ലോറിൻ 287. തൽക്കാലം ഇത്രയും മതി. നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവനാരാ? സോഡിയമാണ് ഇല്ലേ. അപ്പം നിങ്ങൾ മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ പറ്റും, പക്ഷേ ഒറ്റയടിക്ക് 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം 1 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് പിന്നീടാണ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ 1 ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ തന്നെ ഇവൻ എന്താണ്? പോസിറ്റീവായി. അപ്പോൾ ഇവനാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റൽ എന്ന് പറഞ്ഞാൽ. ഇവൻ അതിനേക്കാട്ടിലും സ്ട്രെങ്ത് കുറവുള്ള, മെറ്റാലിക് ക്യാരക്ടർ കുറവുള്ള ആളാണ്. പിന്നെ അവനേക്കാളും മെറ്റാലിക് ക്യാരക്ടർ കുറവുള്ള ആളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി, ഈ സിലിക്കൺ വന്നപ്പോഴത്തേക്ക് അത് നോൺ മെറ്റലായിട്ട് മാറുക.
പിന്നെ ഇത് നോൺ മെറ്റൽ കണ്ടോ. അപ്പം എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? എക്രോസ് എ പീരീഡ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? മെറ്റാലിക് ക്യാരക്ടർ കുറയുവാണ്. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. ശരിയല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ആറ്റോമിക് നമ്പർ ആൻഡ് ഡിക്രീസ് ഇൻ സൈസ് ഇൻ atomic size. So electron cannot be lost easily. Electron cannot lose easily. ശരിയല്ലേ? ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സൈസ് വലുതായിട്ടുള്ള ഒരു ഷെല്ലിൽ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനാണ് എളുപ്പം, സൈസ് കുറവുള്ള ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനാണ് എളുപ്പം. ഒരു പടം ഞാൻ വരച്ച് കാണിക്കാം. അതായത് ഇതിന് ഒരു ഷെല്ല് അല്ല ഒരു ന്യൂക്ലിയസ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇതാണ് അതിനകത്ത് കറങ്ങുന്ന ഇലക്ട്രോൺ. ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ കളയാനാണോ എളുപ്പം, അതോ ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ കളയാനാണോ എളുപ്പം? ഏതിൽ നിന്ന് ഇലക്ട്രോണിനെ കളയാനാണ് എളുപ്പം? എല്ലാവർക്കും പറയാം കേട്ടോ. സനയ്ക്ക് പറയാം, മിഷേലിന് പറയാം, അതേപോലെ തന്നെ ദിവ്യയ്ക്ക് പറയാം, അദ്ദേഹത്തിനും പറയാം. പറഞ്ഞോ. എടാ ചിന്തിച്ചു നോക്കണം. ആ പറഞ്ഞോ. ഇലക്ട്രോണിനെ കളയാൻ എളുപ്പം ആണോ? അതിന്റെ കാരണം എന്താ? ചെറുതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് ഒത്തിരി അടുത്താണ് ആ ഇലക്ട്രോൺ നിൽക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് ലൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മെറ്റാലിക് പോസിറ്റീവ് ആവുമോ? ഇലക്ട്രോണിനെ കളഞ്ഞാലേ പോസിറ്റീവ് ആകത്തുള്ളൂ, അപ്പോൾ പോസിറ്റീവ് ആകത്തില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് ഇവനായിരിക്കും. കാരണം ഇവന് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ന്യൂക്ലിയസുമായിട്ട് ഒത്തിരി ദൂരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന സമയത്തെ, അതായത് എക്രോസ് ഇപ്പം സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലോട്ട് വരുന്ന സമയത്ത് ക്ലോറിൻ്റെ സൈസ് നമ്മൾ നേരത്തെ വരച്ച് കഴിഞ്ഞാൽ സോഡിയം ഇത്രയും ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോറിൻ ഇത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ കളയാൻ വളരെ പാടാണ്, കാരണം വളരെ സൈസ് കുറവുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് മെറ്റാലിക് ക്യാരക്ടർ കുറവായിരിക്കും. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഡൗൺ എ ഗ്രൂപ്പ് നോക്കിയാലോ. ഡൗൺ എ ഗ്രൂപ്പ് ഏതെങ്കിലും നമുക്കൊരു ഡൗൺ എ ഗ്രൂപ്പ് നോക്കാം. ഡൗൺ എ ഗ്രൂപ്പിന് എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് നോക്കിയേ. ഡൗൺ എ ഗ്രൂപ്പിന് എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഡൗൺ എ ഗ്രൂപ്പ് ഇപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സോഡിയം എടുക്കാം. സോഡിയം കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് എന്താണ്? സോഡിയം കഴിഞ്ഞിട്ട് ലിഥിയം കഴിഞ്ഞിട്ട് സോഡിയം വരുന്നു. സോഡിയം കഴിഞ്ഞിട്ട് പൊട്ടാസ്യം വരുന്നു. പൊട്ടാസ്യം കഴിഞ്ഞിട്ട് റുബീഡിയം, ശീഷ്യം, ഫ്രാൻസിയം, ഇല്ലേ? ഇങ്ങനെ വരുന്നു. അപ്പോൾ മോളിൽ താഴെ വരുന്ന സമയത്ത് ഇവന് 2 ഷെല്ലേ ഉള്ളൂ, ഇവന് 3 ഷെല്ലുണ്ട്, ഇവന് 4 ഷെല്ലുണ്ട്, ഇവൻ 5 ഷെല്ലുണ്ട്, ഇവൻ 6 ഷെല്ലുണ്ട്, ഇവൻ 7 ഷെല്ലുണ്ട്. ഒന്നാമത്തെ ഷെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ മാറ്റാനാണ്. ഇവരെല്ലാം മെറ്റൽസ് തന്നെയാണ്, ഇവർക്കെല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നേ ഉള്ളൂ, പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് വിഡ്രോ ചെയ്യാൻ കഴിവുള്ളവനാരാ? ഏറ്റവും പെട്ടെന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ കളയാൻ ഇവിടും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെയും എല്ലാം ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കളയാൻ കഴിവുള്ളവനാണ് താഴെയുള്ളത്. കാരണം എന്താ? പിടിച്ചു വെക്കത്തില്ല, സൈസ് കൂടുതലാണ്, അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, അതാണ് അവിടുത്തെ റീസൺ. എന്താണ്? ഡൗൺ എ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു? ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോൾ ഒരു സെക്കൻഡ്,
ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അതായത് ആറ്റോമിക് സൈസ് കുറയുന്നു, അപ്പം ആറ്റോമിക് സൈസ് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താ ഇറ്റ് ഈസ് ഈസിയർ ടു റിമൂവ് എന്താ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? അതായത് ഇപ്പം ഇതും കൂടെ ഒന്ന് നോക്കിയേ. അതായത് താഴോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനറലി എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നു. ഷെല്ലിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കുറയുക. പക്ഷേ ന്യൂക്ലിയർ ചാർജ് ആദ്യത്തേനേക്കാളും കൂടുതലായിരിക്കും. അത് നിങ്ങൾ ചിന്തിച്ചോണം. ഇപ്പം ഈ ലിഥിയത്തിൻ്റെ ന്യൂക്ലിയർ ചാർജിനെക്കാട്ടിലും എന്തുകൊണ്ടും ന്യൂക്ലിയർ ചാർജ് കൂടുതൽ തന്നെയാണ് ഏറ്റവും അവസാനമുള്ള ഫ്രാൻസിയത്തിന്. പക്ഷേ സൈസ് കൂടുമ്പം ആ ഇലക്ട്രോൺസിനെ പിടിച്ചു വെക്കാനായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് അത് എഫക്റ്റ് ചെയ്യാത്തത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ് ദി ആറ്റോമിക് സൈസ് ഇൻക്രീസസ്, ദി ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്, ബട്ട് ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് ആറ്റോമിക് സൈസ് ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിൻ്റെ എഫക്റ്റിനെക്കാട്ടിലും ഒത്തിരി കൂടുതലാണ് ആറ്റോമിക് സൈസിൻ്റെ ഇൻക്രീസ്. അതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയർ ചാർജ് ഇച്ചിരി കൂടുന്ന എന്ത് ചെയ്യും? നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അതായത് താഴോട്ട് നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന കാര്യം എന്താ? താഴോട്ട് വരുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെല്ല് കൂടും. അപ്പം ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ആറ്റോമിക് സൈസ് കൂടും. ജനറലി ന്യൂക്ലിയർ ചാർജ് കുറയും. ന്യൂക്ലിയർ ചാർജ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ചു വെക്കുന്ന ആ ഒരു ഇത് കുറയും. കാരണം ഷെല്ലിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമല്ലേ. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയത്തിനെക്കാട്ടിലും ന്യൂക്ലിയർ ചാർജ് എന്തുകൊണ്ടും കൂടുതലായിരിക്കും. ആർക്ക്? കാരണം പ്രോട്ടോൺ എണ്ണം കൂടുമല്ലയോ. ലിഥിയത്തിന് എത്ര പ്രോട്ടോൺ ഉണ്ട്? 3 പ്രോട്ടോൺ ഉണ്ട്. ഫ്രാൻസിയത്തിന് വരുമ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഫ്രാൻസിയത്തിൻ്റെ പ്രോട്ടോൺ നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ 87 പ്രോട്ടോൺ ഉണ്ട്. അപ്പം 3 പ്രോട്ടോൺ ഉള്ള ലിഥിയത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ആർക്ക്? 87 പ്രോട്ടോൺ ഉള്ള ആർക്ക്? ഫ്രാൻസിയത്തിന്. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ? ആ സൈസ് കൂടുന്നുള്ളതുകൊണ്ട് ആ ന്യൂക്ലിയർ ചാർജിനെ എന്ത് ചെയ്യുന്നു? അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. സൈസ് അതിനെക്കാട്ടിലും വലിയ രീതിയിലാണ് കൂടുന്നത്. ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ സൈസ് കൂടുന്നതിനായിരിക്കും അവിടെ പ്രിഫറൻസ്. സെറ്റാണോ? മനസ്സിലായോ? ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? അപ്പം ഏതാ? ന്യൂക്ലിയർ ചാർജ് ഉണ്ടടാ. ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. പക്ഷേ ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് സൈസ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയർ ചാർജ് ഇല്ലാത്തതുപോലെ തന്നെ അങ്ങ് കൺസിഡർ ചെയ്താണ്. താഴോട്ട് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്താണ്. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസസ്. സോ എന്താ? സോ it is easier to remove electrons from outermost shell. എഴുതടാ, outermost shell. So metallic character increases. So metallic character increases. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് എന്നാണ് എൻ്റെ ഇത് എഴുതുന്ന റൈറ്റിംഗ് ബോർഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇങ്ങനെ ആവുന്നത്. മെറ്റാലിക് ക്യാരക്ടർ എന്നാണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അതായത് ഡൗൺ എ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസസ്. സോ ഇറ്റ് ഈസ് ഈസിയർ ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെല്ലാണ്. ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ. സോ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്.
ക്ലിയർ ആണോ? മിഷേലിന് മനസ്സിലായോ? ദിവ്യയ്ക്ക് മനസ്സിലായോ? സനയ്ക്ക് ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഹൈഡ്രജൻ്റെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയത്തിൻ്റെ മണ്ടയ്ക്ക് ഹൈഡ്രജൻ നമ്മളല്ല നമ്മുടെ മോസ്റ്റ്ലി അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതാ? പീരിയോഡിക് ടേബിളിനകത്ത്. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺ ഇല്ലാത്ത ഏക എലമെൻറ്റ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ അതിനകത്ത് ന്യൂട്രോൺ ഇല്ല. അപ്പം ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് ഹൈഡ്രജൻ 1 ഇങ്ങനെ എഴുതുന്നത്. ഹൈഡ്രജൻ്റെ അതിനകത്ത് ന്യൂട്രോൺ ഇല്ല. അതിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ H+ അയോൺസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ഈ H+ അയോൺസിനെ നമ്മൾ പ്രോട്ടോൺ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ആകെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിട്ട് മാറും? സോഡിയം അയോൺ ആയ പോലെ തന്നെ ഹൈഡ്രജൻ അയോൺ ആവും. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു പ്രോട്ടോണേ ഉള്ളതുകൊണ്ട് തന്നെ ആ ഹൈഡ്രജൻ അയോണിനെ നമ്മൾ പ്രോട്ടോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H+ തന്നെയാണ് പ്രോട്ടോണായിട്ട് നമ്മൾ എഴുതുന്നത്. അതും കൂടെ ഓർത്തോണം. അത് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാൻ പോവാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ മെറ്റാലിക് ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ നോൺ മെറ്റാലിക് ക്യാരക്ടർ. അതെന്താണെന്നറിയോ? നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? നിങ്ങൾ ആദ്യം ഇതിന് കാണാതെ പഠിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. മെറ്റൽ ആകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാമെന്ന് അർത്ഥം. അപ്പോൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മെറ്റൽ. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ മെറ്റലിനെ ലൂസ് ചെയ്യുന്ന ആൾക്കാരാണോ മെറ്റലിനെ ഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണോ? ഗെയിൻ ചെയ്യുന്ന. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. അതാണ് അടുത്തത് നോൺ മെറ്റാലിക് ക്യാരക്ടർ. എഴുതിക്കോണം നോൺ മെറ്റാലിക് ക്യാരക്ടർ. നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം, അതായത് എക്രോസ് എ പീരീഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കിയോ. ഇപ്പോൾ നേരത്തെ തന്നെ എടുക്കാം, സോഡിയം തൊട്ട് നമുക്ക് എന്താണ് ക്ലോറിൻ വരെ എടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആളാണ്. ക്ലോറിൻ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആളല്ല, കാരണം സൈസ് കുറവായതുകൊണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് നെഗറ്റീവ് അയോൺസ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് പോസിറ്റീവ് അയോൺ ഉണ്ടാക്കുന്ന ആൾക്കാർ മെറ്റൽസും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് നെഗറ്റീവ് അയോൺസ് ഉണ്ടാക്കുന്ന ആൾ നോൺ മെറ്റൽസുമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നെഗറ്റീവ് അയോൺസ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾ നോൺ മെറ്റലായിരിക്കും. അപ്പം ഈ പീരീഡിൽ ഏറ്റവും നോൺ മെറ്റൽ ആരായിരിക്കും? സോഡിയം തൊട്ടുള്ള ആ ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുക്കാൻ കഴിവുള്ളവൻ ആരായിരിക്കും? ക്ലോറിനായിരിക്കും. കാരണം ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്താൽ മതി, പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇവിടെ നിന്ന് എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കും? എക്രോസ് എ പീരീഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ NMC ഇടുകയാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ്. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് കാരണമാണ്. സൈസ്, അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയോ? അടുത്തൂടെ പോകുന്ന വേറെ ഏതെങ്കിലും ഇലക്ട്രോണിനെ പെട്ടെന്ന് പിടിച്ച് വലിച്ചെടുത്തിട്ട് ഇവന് സ്റ്റേബിൾ ആവാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ക്ലോറിൻ സ്റ്റേബിൾ ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? അപ്പോൾ ക്ലോറിൻ്റെ ന്യൂക്ലിയസിന് ഭയങ്കര ചാർജ് ആയതുകൊണ്ട് ക്ലോറിൻ്റെ അടുത്തൂടെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലോറിൻ്റെ ന്യൂക്ലിയസ് അവനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഔട്ടർ മോസ്റ്റ് ചൊല്ലിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ ആണല്ലോ. ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോഴോ മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. കാരണം അവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അവിടെ നിന്ന് ഒരിക്കലും ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫ്രാൻസിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എത്ര ഉള്ളത്? ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ അവൻ ചെയ്യാൻ പോകുന്നത്? അവൻ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ 7 ഇലക്ട്രോണിനെ മേടിച്ച് അവിടെ ഇരുത്തുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്?
നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുവാണ്. കാരണം അവിടെ ആറ്റോമിക് സൈസ് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കുറയുന്നു എന്നുള്ളതാണ്. ഈ ന്യൂക്ലിയർ ചാർജ് കുറയുന്നു ഇൻ എ സെൻസ് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്, പക്ഷേ ആറ്റോമിക് സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടണമെങ്കിൽ രണ്ട് കാര്യം നടക്കണം. ഒന്നെങ്കിൽ ആറ്റോമിക് സൈസ് കുറയണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യണം, കൂടണം. ആറ്റോമിക് സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസുമായിട്ട് അടുത്ത് വരും ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടുവാണെങ്കിൽ തൊട്ടടുത്തൂടെ പോകുന്ന ഇലക്ട്രോൺസിനെ പെട്ടെന്ന് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് അട്രാക്ട് ചെയ്തിട്ട് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂട്ടാനായിട്ട് പറ്റും. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഗ്രൂപ്പ് 14 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് കാർബണിൻ്റെ ഗ്രൂപ്പ് 14 കാർബണാണ്. കാർബൺ ഒരു നോൺ മെറ്റലാണ്. സിലിക്കണും ജർമ്മനിയും മെറ്റലോയിഡ് എന്ന് പറയും. അത് ഒരു എക്സെപ്ഷനാണ്. അതായത് മെറ്റലിൻ്റെ സ്വഭാവം നോൺ മെറ്റലിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെയാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിൻ വരുന്നു. ടിൻ മെറ്റലാണ്, ലെഡ് മെറ്റലാണ്. നമുക്ക് മുകളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും എന്താ, മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുന്നത്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുവാണ്. ഞാൻ പറഞ്ഞു സോഡിയത്തിനെക്കാട്ടിലും സോഡിയമാണ് ഏറ്റവും കൂടുതൽ മെറ്റൽ, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കുറവും സോഡിയത്തിന്. അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ക്ലോറിനാണ് മെറ്റാലിക് ക്യാരക്ടർ കുറവ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ ക്ലോറിനോ. ഓക്കെ ആണല്ലോ? ഇത് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെയാണ്. നിങ്ങൾ ആ നോൺ മെറ്റാലിക് ക്യാരക്ടർ മുതൽ ആ കെമിക്കൽ റിയാക്ടിവിറ്റിയുടെ മുകളിൽ വരെ ഒന്ന് വായിച്ചു നോക്കി. ഒരു 2 മിനിറ്റ് സമയം തരാം, 2 അല്ല ഒരു 3 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചു. എവിടെ തൊട്ടാണെന്നറിയോ? പേജ് 8 മെറ്റാലിക് ക്യാരക്ടർ തൊട്ട് പേജ് 9 കെമിക്കൽ റിയാക്ടിവിറ്റിയുടെ മണ്ടയ്ക്ക് വരെ. ആ ബോക്സിലെ കാര്യം വായിക്കേണ്ട, അതിൻ്റെ മുകളിൽ വരെ ഒന്ന് വായിച്ചു നോക്കിയേ. പെട്ടെന്നാട്ടെ. ഇന്ന് ഇത്രമേ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നാളെ കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാം. നാളെ കൊണ്ട് ഈ ചാപ്റ്റർ തീരുവേ, നാളെ കൊണ്ട് തീർക്കാം.
നിങ്ങൾ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഇന്നിങ്ങനെ നിർത്താമേ.